എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഇന്ന് ഞങ്ങളുടെ വില്ലയിലെ പാം ട്രീയിലെ ഡേറ്റ്സ് മുഴുവൻ കട്ട് ചെയ്ത് ഇങ്ങനെ താഴത്തേക്കിട്ടു. ഒരു പാകിസ്ഥാനിയാണ് വന്ന് കട്ട് ചെയ്തിട്ടത്. ആൾ ശരിക്കും ഹൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നിലത്തേക്കിട്ടു. ശരിക്കും പറഞ്ഞാൽ ആദ്യം സന്തോഷം തോന്നി, വേറൊന്നും കൊണ്ടല്ല. ഇതിൽ നിന്നിങ്ങനെ പഴുത്തത് വീഴുമ്പോൾ അതിങ്ങനെ ചവിട്ടി തേച്ച് ആ വില്ല മുഴുവനാവും. റിതി എന്നോട് പറഞ്ഞതാ, ചേട്ടൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കാൻ പറ്റുന്നില്ല, അതിനകത്ത് വരെ ഈന്തപ്പഴമായിരുന്നു. പക്ഷേ ഇങ്ങനെ നിറച്ച് പറിച്ച് താഴെ ഇടുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറേ എടുത്തു കേട്ടോ, കുറേ എടുത്ത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു സീസൺ അങ്ങ് കഴിയും, അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും കഴിക്കാൻ തോന്നില്ലേ, അതുകൊണ്ട് തന്നെയാണ്. എന്നാലും ഇത്ര ഹൈറ്റിൽ കയറി കട്ട് ചെയ്യുക എന്നുള്ളത് വലിയ പാട് തന്നെയാണ്. പിന്നെ ആള് സേഫ്റ്റിക്ക് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്നാലും വിചാരിക്കും പോലെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹിന്ദി അറിയാത്ത ആളിനോട് ഇതൊക്കെ ഞാൻ എടുത്തോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്തെന്ന് ആളിനും മനസ്സിലായി, ആളും പറഞ്ഞത് എന്തെന്ന് എനിക്കും മനസ്സിലായി. അതാണ് ലാംഗ്വേജ് ഒന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലമേ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. ആഗ്രഹിച്ച കാര്യങ്ങൾ കൈ നിറയെ കണ്ണു നിറയെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റട്ടെ. എല്ലാവർക്കും ബൈ.